ആദരണീയരായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളവരുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട എം കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർ, ഡോക്ടർ എം കെ അബ്ദുറഹിമാൻ മുബാറക്, സയ്യിദ് ഫൈലി വെള്ളില, അലിബാബ കാരക്കുന്ന്, എം കെ ബർക്കത്ത് ലിയാ മുഫീസി, റിയാവുദ്ദീൻ ഫൈലി മേൽമുറി, കെ മുഹമ്മദ് മുസ്ലിയാർ, ഡോക്ടർ അബ്ദുസ്ലാം ഫൈലി, ഡോക്ടർ കെ അലി നൌഫ്, ഡോക്ടർ ഫൈലൽ ഉദവി മാരിയാട്, എം കെ അബ്ദുല്ല നിസാമി തുടങ്ങിയ വേദിയിൽ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, ശബ്ദം കുറവാ, എനിക്കും ശബ്ദം കുറവാണ്. വളരെ അനുഗ്രഹീതമായൊരു സദസ്സിലാണ് നമ്മളുള്ളത്. വളരെ ദീർഘമായ നൂറ്റാണ്ടുകൾ കേരള തീരത്ത് ഇസ്ലാമിക പ്രചാരണത്തിന് ജീവിതം സമർപ്പിച്ച ഒരു മഹത്തായ കുടുംബ ശൃംഖലയെക്കുറിച്ച് അവരുടെ ജീവചരിത്രത്തെ തലമുറകൾ ഏറ്റുപാടുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് സയ്യിദ് ഫൈലി വെള്ളില നിർവഹിച്ചിട്ടുള്ള ഫലഫരി മാല. അദ്ദേഹത്തിന്റെ രചയിതാവിന്റെ മൂന്നാമത്തെ കൃതിയാണ്, ഈ നിലക്കുള്ള മൂന്നാമത്തെ കൃതിയാണ്. അതുതന്നെ വളരെ പ്രസിദ്ധമായ 2 രചനകളാണ് നേരത്തെ നിർവഹിച്ചത്. ഒന്ന് സയ്യിദ് ശിഹാബ് മാലയും മറ്റൊന്ന് ശംസുൽ ഉലമ മാലയും. ഇത് രണ്ടും 2 തലത്തിൽ സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തുള്ളവരാണ്. നമ്മുടെ സമുദായത്തിന് വെളിച്ചം പകർന്ന് കടന്നുപോയവരാണ്. അതുപോലെ തന്നെ തലമുറകളായി സമുദായത്തിന് വെളിച്ചം പകർന്ന് കടന്നുപോയ മഹാപണ്ഡിത പ്രഭകളെ ഓർക്കുന്ന, അവരുടെ ജീവിതത്തെ കൈമാറ്റം ചെയ്യപ്പെടുന്ന മഹത്തായ ഒരു കൃതിയാണ് ഫലഫരി മാല. ആ ഫലഫരി കുടുംബത്തിന്റെയും ആ ചുറ്റുപാടിന്റെയും ഭാഗമായവരോട് ഞാൻ ആ ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ പണ്ഡിത പാരമ്പര്യത്തിന്റെയും കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ കെട്ടുപാടുകളുടെയും ഒക്കെ ബന്ധങ്ങൾ ഒരു യമനി പാരമ്പര്യത്തിൽ നിന്നാണ് മുഖ്യമായും ഉള്ളത്. മറ്റ് പല പാരമ്പര്യങ്ങളുണ്ടെങ്കിലും യമനി പാരമ്പര്യമാണ് നമ്മുടെ ഒരു നേതൃത്വത്തിലേക്ക് വന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ആ പാരമ്പര്യത്തിന് തന്നെ അനുബന്ധമായിട്ട് വന്ന് ഒരു 3-4 നൂറ്റാണ്ട് മുമ്പേ ഇങ്ങനെ മലയാളക്കരയിലെത്തി, ചാലിയം വഴി തിരൂരങ്ങാടി കടന്ന് ഇങ്ങനെ പടിഞ്ഞാറ്റുമുറിയിൽ എത്തി. അതിന് പിന്നീട് ഫലഫരി എന്ന ഒരു നാമത്തിലൂടെ, ഫലഫരി എന്ന ഒരു പ്രതീകത്തിലൂടെ, പള്ളിപ്പുറം എന്നുള്ളതിനെ തന്നെ ഫലഫർ, അത് നമ്മളിപ്പോൾ ഇവിടെ വാർത്തകളിൽ വരുന്ന ഫസ്ഫരി എന്ന ഒരു പ്രതീകത്തിലൂടെ മാറ്റിയെടുത്ത ഷെയ്ഖ് യൂസുഫുൽ ഫലഫരി അവർ, അദ്ദേഹത്തിന്റെ പുത്രനായ അബ്ദുൽ ഖാദർ ഫലഫരി അവർ, അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായിരുന്ന മുഹമ്മദ് ഫലഫരി, അവരുടെ മകനായ അബ്ദുറഹിമാൻ ഫലഫരി എന്ന കുട്ടി മുസ്ലിയാർ, പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു കാലം കാണുന്നത് ഇതിന്റെയൊക്കെ ഈ ഫലഫരി പ്രകാശത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഞങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടത് എം കെ മുഹമ്മദ് സാലിം മൗലവിയായിരുന്നു. അപ്പോൾ സാലിം മൗലവിയിൽ തന്നെ ഏകദേശം അതിന്റെ ഒരു പൂർണ്ണത ദർശിക്കാൻ കഴിയും. ഒരു പണ്ഡിതനാരായിരിക്കണം, എങ്ങനെയായിരിക്കണം, ആ ജീവിതം എങ്ങനെയായിരിക്കണം, ഒരു നിറചിരി കൊണ്ട് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും ഒരേ സമയം ആത്മീയജ്ഞാനം പ്രസരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആശയറ്റവർക്ക് പ്രതീക്ഷയായി നിലകൊള്ളുകയും ചെയ്യുക എന്നുള്ള വലിയൊരു നേതൃത്വം, ഒരു ആത്മീയ നേതൃത്വമാണ് സാലിം മൗലവി നിറവേറ്റിയത്. ഇതായിരിക്കണമല്ലോ സാലിം മൗലവിയുടെ മുൻകടന്നു പോയ തലമുറകളും ചെയ്തിട്ടുള്ളത്. സാലിമയുടെ മക്കൾ പരമ്പരയിലൂടെ, സഹോദര പരമ്പരയിലൂടെയൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. ഇപ്പോ ബാക്കിയാത്തിന്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നതമായ മതപഠന കേന്ദ്രമായിട്ടുള്ള ബാക്കിയാത്തു സാലിയാത്തിന്റെ പ്രിൻസിപ്പൽ പദവി വരെ എത്തിയ കുട്ടി മുസ്ലിയാരുടെ മകൻ കുട്ടി മുസ്ലിയാർ, സംസ്ഥകളുടെ ജമിയത്തിലൂടെ സ്ഥാപക വൈസ് പ്രസിഡന്റ്, അതിന്റെ സംഘാടക നേതാക്കൾ, സ്ഥാപക നേതാക്കളിൽപ്പെട്ട അബ്ദുൽ ഖാദർ ഫലഫരി, മുഷാവറയിൽ ആദ്യം എത്തിയ മുഹമ്മദ് ഫലഫരി, ഇങ്ങനെ നേരത്തെ എത്തിയ മുഹമ്മദ് ഫലഫരി, ഇങ്ങനെ സമസ്തയൊക്കെ രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു പണ്ഡിത നേതൃത്വമാണ്
ഷെയ്ഖ് യൂസുഫ് ഫലഫരി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇവരുണ്ട്, നമ്മുടെ സംഘാടനത്തിന്റെയും തലത്തിലുണ്ട്. പിൽക്കാലത്ത് മറ്റ് ചില ആശയപരമായ ഒക്കെ വ്യക്തികൾക്കുണ്ടാകുന്ന ആശയങ്ങൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മതപരമായ ഇതിന്റെ വളരെ അടിസ്ഥാന അങ്ങേയറ്റത്തെ തലത്തിൽ നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങളിൽ നിൽക്കുമ്പോഴും അപ്പോഴും അവരുടെ ചുറ്റിലും ഒരുപാട് പണ്ഡിതന്മാർ അവർക്ക് ചുറ്റിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവരൊരു നിർണായക വെളിച്ചമായി നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നു. അപ്പൊ അവരെയാണ് നമ്മുടെ സയ്യിദ് ഫൈലി വളില ഇങ്ങനെ ഫലഫരി മാലയിലൂടെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇതും ഒരു പരിചയപ്പെടുത്തലാണ്. കടന്നുപോയ മഹാപുരുഷന്മാരെ കുറിച്ചൊക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ പത്നിമാരെയും സഹാബത്തുൽ കിറാമിനെയും 4 ഖലീഫമാരെയും അവിടെ നിന്നും കൊണ്ട് വന്നിട്ട് കോട്ടപ്പള്ളി കുഞ്ഞുമരക്കാർ ഷഹീദും ഇബ്രാഹിം നോദവും ഇതൊക്കെ നമ്മുടെ മാലപ്പാട്ടുകളിൽ കടന്നു വന്നതാണ്. നഫീസ് മിസ്ലിയും പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയും ഇങ്ങനെ നമ്മുടെ ഈ മാലപ്പാട്ടുകൾ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒരുപാട് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സയ്യിദ് ഫൈലി വെള്ളില ചേർത്ത് വെക്കുന്ന ഈ മാലപ്പാട്ട് നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക സാമൂഹിക സാഹിത്യ പാരമ്പര്യത്തിന്റെ ആദ്യ പട്ടികയിലോട് ചേർത്ത് വെക്കുന്ന ഒരു കൃതിയാണ് ഇത്. എന്ന് വെച്ചാൽ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളും ശംസുദ്ദീൻ അബ്ദുറഹിമാൻ മുബാറക്കും ഒക്കെ പറഞ്ഞതുപോലെ പിന്നെ നമ്മുടെ ഒരു മൊഹീദ്ദീൻ മാലയിലൂടെ തുടങ്ങിയിട്ടുള്ള മൊഹീദ്ദീൻ മാല എന്ന് പറയുമ്പോൾ മലയാള ഭാഷാപിതാവിന്റെ കാലഘട്ടത്തിന് സമാനമായി ജീവിച്ച ആളാണല്ലോ ഖാദി മുഹമ്മദ്. അപ്പോൾ ഒരേ കാലത്ത് മലയാള ഭാഷയുടെ പിതാവിന്റെ കാലത്ത് തന്നെ മൊഹീദ്ദീൻ മാലയും രചിക്കപ്പെടുകയാണ്. അധ്യാത്മ രാമായണത്തിന്റെ കാലത്ത് തന്നെ പിന്നെ രാമായണ കിളിപ്പാട്ടിന്റെ കാലത്ത് തന്നെ മൊഹീദ്ദീൻ മാലയും രചിക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ മലയാള ഭാഷയുടെ, മലയാള സംസ്കാരത്തിന്റെ, മലയാള സാഹിത്യത്തിന്റെ ആദ്യ കാവ്യരൂപങ്ങളിൽ ഒന്നായിട്ട് മൊഹീദ്ദീൻ മാല ഇവിടെ നിൽക്കുന്നു. ആ മൊഹീദ്ദീൻ മാലയ്ക്കും കുറെ കഴിഞ്ഞിട്ടാണ് കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമതവും നൂൽമാലയും കപ്പപ്പാട്ടും ഒക്കെ വരുന്നത് കേട്ടോ. അതിന്റെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതിനിടയിലും ഒരുപാട് മാലകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മള് മൊഹീദ്ദീൻ മാലയാണ് ഇതിൽ അറബി മലയാളത്തിലെ ആദ്യത്തെ രചന എന്ന് പറയുമ്പോൾ, ആദ്യത്തെ കാവ്യ കൃതി എന്ന് നമ്മൾ പറയുമ്പോൾ കണ്ടെടുക്കപ്പെട്ട കാവ്യകൃതി എന്നാണ് അതിനെ നമ്മൾ പറയേണ്ടത്. കാരണം ഏതെല്ലാം ഈ 130 കൊല്ലത്തിനിടയിലും പിന്നെ കാവ്യകൃതികൾ പലതും ഉണ്ടായി കണ്ടെടുക്കപ്പെടാതെ പോയിട്ടുണ്ട്. ശേഷവും പലതും വന്നിട്ടുണ്ട്. ഇപ്പൊ പിൽക്കാലത്ത് ഈ മേഖല ഒന്നുകൊണ്ട് സൃഷ്ടിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഇതിലൊരു പിന്നെ സയ്യിദ് ഫൈസി ചെയ്യുന്നത് ഇതിന്റെ ഒരു പുനരുജ്ജീവനം കൂടിയാണ്. ഇപ്പൊ ഞാൻ ഈ മൊയ്ൻകുട്ടി വൈദ്യർ അക്കാദമിയുടെ ഒരു ഭാരവാഹിത്വമൊക്കെ വഹിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഉയർന്നു വന്നിരുന്ന ഒരു പ്രധാന ചോദ്യം, എന്തിനാണ് ഈ അറബി മലയാളം ഇങ്ങനെ തട്ടിക്കൂട്ടിയെടുക്കാൻ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ പദ്ധതികളും ഫണ്ടുകളും ചെലവാക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ചിലരൊക്കെ ചോദിക്കുന്ന, ചില പുരോഗമന ചിന്തകളൊക്കെ ചോദിക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷെ എന്താണ് അറബി മലയാളം എന്ന് പറഞ്ഞാൽ? അറബി മലയാളം ഒരു സമുദായത്തിന്റെ സംസ്കാരധാരയുടെ അടിക്കല്ലുകൾ, അതിന്റെ അസ്ഥിവാരമായ ഒരുപാട് കൃതികളെ സമ്മാനിച്ചതാണ്. അതിനുശേഷം നമ്മൾ മാനക മലയാളത്തിൽ, നമ്മൾ ഈ മുഖ്യധാരാ മലയാളത്തിൽ, നമ്മുടെ മലയാള ഭാഷയിൽ പിന്നെ കൃതികൾ വരുന്നത്. അതിനു മുമ്പ് നമ്മൾ എഴുതിയ ഇതാണ് പിന്നെ നമ്മുടെ ചരിത്രം, നമ്മുടെ സംസ്കാരം, നമ്മുടെ കേരളത്തിന്റെ ചരിത്രം, ഇതെല്ലാം തന്നെ കടന്നു വരുന്ന കൃതികളൊക്കെ അറബി മലയാളത്തിലൂടെ ഏറ്റവും അധികം വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഭാഷ എങ്ങനെയെങ്കിലും ഒന്ന് തലമുറകൾക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ മദ്രസയിലെ കുട്ടികൾ അറബി മലയാളം പഠിച്ചിട്ട് പിന്നീട് അവരുടെ പരീക്ഷാകാലം കഴിഞ്ഞാൽ അതവിടെ പൂട്ടിവെക്കുകയും പിന്നെ ഈ കൃതികൾ അവർ കാണുന്നില്ല. ഈ കൃതികൾ കാണാതെ വരുമ്പോൾ ഇപ്പൊ ഈ മജ്ലിസുൻ നൂർ പോലുള്ള ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഇതൊന്ന് നോക്കി വായിക്കാൻ ഒരു അറബി മലയാളം അവരുടെ മുമ്പിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ പറയും അത് നമുക്ക് മലയാളത്തിൽ തന്നെ എഴുതിയാൽ പോരെ, പിന്നെ ഇതിനെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇത് ഓർമ്മയിൽ നിന്ന് മായാതെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പഴയതിനെ കണ്ടെത്താൻ കഴിയൂ. നമുക്ക് എന്തിനാണ് ചരിത്രം പഠിക്കുന്നത്? ഈ ചരിത്രം പഠിക്കുന്നത് നമ്മുടെ ആ ചരിത്രത്തിൽ പാഠം ഉൾക്കൊണ്ട് തിരുത്താനും പുതിയതിനെ കണ്ടെത്താനുമാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. അതാണ് ഈ മാലപ്പാട്ടുകളിലൂടെ ഒക്കെ കടന്നു വന്ന ഒന്ന്. പള്ളി ദർസിൽ പോകാത്തൊരു തലമുറ ഇസ്ലാമിക ചരിത്രം പഠിച്ചത് എവിടുന്നാ? പള്ളി ദർസിൽ പോകാന്ന് പറഞ്ഞാൽ ദർസിൽ പോകാൻ തന്നെ അന്ന് വേറൊരു യോഗ്യത വേണം. ബാക്കിയൊക്കെ കൃഷിപ്പണിക്കാരും സാധാരണക്കാരുമായൊരു ജനത പള്ളി ദർസുകളെ നാട്ടിൽ അപൂർവമായിരുന്ന, ദുർലഭമായിരുന്ന ഒരു ഘട്ടത്തിൽ അവർ പഠിച്ചത് ഈ മാലപ്പാട്ടുകളിലൂടെയാണ്. ഓരോ ഗ്രാമങ്ങളിലും ഇത് അന്ന് അച്ചടിച്ച് വിതരണം ചെയ്യാതെ വായ്പാട്ടുകളായിട്ട് ഓരോ ഗ്രാമങ്ങളിൽ ഇത് വരികയും അത് ഏറ്റുപഠിച്ച് അവർ പടപ്പാട്ടുകൾ പഠിച്ചു, മാലപ്പാട്ടുകൾ പഠിച്ചു, കിസ്സപ്പാട്ടുകളും ഗെസ്സുപാട്ടുകളും പഠിച്ചു. അതിലൂടെ ഒരു സമുദായത്തിന്റെ സാംസ്കാരിക വിനിമയം അവർ നടത്തി. നിശ്ചയമായി ഈ മാലപ്പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക പ്രതിരോധമാണ്, ഒരു ആത്മീയ പ്രതിരോധമാണ്. അങ്ങനെ തന്നെയാണ് ഇത് വന്നത്. ഇത് ഏതാണ്ട് 1258 AD 1258 മംഗോളിയർ ബാഗ്ദാദ് ആക്രമിക്കുന്ന നേരത്ത് അവിടുന്ന് പലായനം ചെയ്ത ഈ സൂഫി
പണ്ഡിതന്മാരുണ്ട്, സൂഫി ജ്ഞാനികൾ, മഹാപണ്ഡിതന്മാർ. അവർ പല നാടുകളിലേക്കും പലായനം ചെയ്തു പോയി. അവരിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. അവര് അവിടെ ബാഗ്ദാദിൽ നിൽക്കുന്ന കാലത്തും അവർ അറേബ്യയിൽ നിലനിൽക്കുന്ന കാലത്തും ഇത് നമ്മുടെ ഖിലാഫത്ത് എന്ന് പറയുന്ന നമ്മുടെ ഒരു സമ്പ്രദായം, ഒരു വ്യവസ്ഥ, അത് രാജഭരണമായി മാറിയ ഘട്ടത്തിൽ ആ രാജഭരണം എന്ന് പറയുന്ന ഒരു ഭൗതികതയോട് യോജിപ്പില്ലാത്ത പണ്ഡിതന്മാരെന്ത് ചെയ്തു, ജ്ഞാനികൾ മഹാപണ്ഡിതന്മാരെന്ത് ചെയ്തു, അതിനെതിരായിട്ടുള്ള ഒരു ആത്മീയ പ്രതിരോധം തന്നെ കെട്ടിപ്പടുത്തു. അതാണ് സൂഫിസമായി വരുന്നത്. അത് പിന്നെ പല പല ത്വരീഖത്തുകളായിട്ട് പല രാജ്യങ്ങളിലേക്ക് പടർന്നു. സൂറവർദി, ചിഷ്തി, ഖാദിരി, ഇങ്ങനെ അനേകം പിന്നെ ത്വരീഖത്തുകളായിട്ട് ലോകങ്ങളിലേക്കൊക്കെ പടർന്നു. ഇതൊക്കെ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അധികാരത്തിന്റെ മേൽക്കോയ്മക്കെതിരെ, ആഡംബരങ്ങൾക്കെതിരെ, അലങ്കാരങ്ങൾക്കെതിരെ, താൻ പ്രമാണിത്വത്തിനെതിരെ അറിവ് കൊണ്ടുള്ള പ്രതിരോധമായിരുന്നു ഈ മാലകൾ എന്ന്, ഈ സൂഫി കാലഘട്ടത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഈ മാലകൾ എന്ന്, അതിന്റെ തുടർച്ചയായിട്ടുള്ള ഈ മാലകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇന്നും അധികാരത്തിന്റെ ഒരു മേൽക്കോയ്മ, ഈ അധികാരം എന്ന് പറയുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് സംസ്ഥാനം ഭരിക്കുക, കേന്ദ്രം ഭരിക്കുക എന്ന് മാത്രമല്ല, അതൊരു മഹല്ല് ഭരിക്കുന്നിടത്തുണ്ട്, കുടുംബത്തിന്റെ വാഴ്ചകളിലുണ്ട്, പ്രാദേശികമായ വാഴ്ചകളിലുണ്ട്, എവിടെയും ഉള്ളൊരു താൻ പ്രമാണിത്വമുണ്ട്. ആ താൻ പ്രമാണിത്വത്തിനെതിരെ ഒരു ജ്ഞാനിക്ക് ചെയ്യാനുള്ളത് ആ സമൂഹത്തെ ആത്മീയമായൊരു സരണിയിലൂടെ നയിച്ച് ഇതിനോട് എങ്ങനെയാണ് നമ്മൾ സത്യത്തിന്റെ പക്ഷത്ത് എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അവിടെയാണ് ഈ പണ്ഡിത കുലത്തിന്റെ, ഫലഫരി പണ്ഡിത കുലത്തിന്റെ ഒരു മാല, അവരുടെ ഒരു ചരിത്ര, ഒരു കാവ്യശാഖയെ, ഒരു കാവ്യ സമാഹാരത്തെ തലമുറകൾ കൈമാറുന്നത്. ഇങ്ങനെ കുറെ പണ്ഡിതന്മാർ കടന്നു പോയിരുന്നു. ഇങ്ങനൊരു മാല വരുമ്പോൾ അത് ആരെന്ന് അന്വേഷിക്കും. നമ്മുടെ എത്ര റിസർച്ചുകൾ നടന്നാലും ശരി, നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചരിത്രം ബാക്കിയാവുന്നുള്ളൂ. ഇപ്പൊ ഈ മലബാർ കലാപമൊക്കെ നമ്മളൊരു ചരിത്രത്തിലേക്ക് വന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പൊ ഈ 100-ാം വർഷമൊക്കെ വന്നപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്തു. അല്ലാതെ 100 വർഷമാവണം, നമുക്ക് എല്ലാം ഒരു നിശ്ചിതമായ ദിവസമുണ്ട്, ആ ദിവസത്തിലേ അത് വരുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കും ഇത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മലബാർ കലാപത്തെക്കാൾ, നമ്മുടെ നാട്ടിലെ മറ്റ് സമര ചരിത്രങ്ങളെക്കാൾ പടപ്പാട്ട് ഈ കേരളീയ മലയാളി മാപ്പിള സമൂഹത്തിന്റെ ഉള്ളിൽ പടപ്പാട്ട് വന്നത് എന്തുകൊണ്ടാണ്? അത് വൈദ്യരുടെ ഉൾപ്പെടെയുള്ള ചാക്കിരിയുടെ അടക്കമുള്ള പദറുകൾ, പടപ്പാട്ടുകൾ വന്ന് അത് ആളുകൾ ഏറ്റുപാടിയത് കൊണ്ടാണ്. കേരളത്തിന്റെ ഒരു കേരളീയ ചരിത്രത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം കൂടിയായിരുന്നു മലപ്പുറം പടപ്പാട്ട്. ഹിജറ 1300 മലപ്പുറത്തെ ഇതുപോലെ മലപ്പുറത്തെ 1300 റബീഉൽ അവ്വൽ മാസം 5-ാം തീയതി മലപ്പുറത്തെ പ്രധാനികൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു സദസ്സിൽ ഞാൻ ഇതിനെ പാടി അവതരിപ്പിച്ചു എന്നാണ് വൈകുട്ടി വൈദ്യർ പറയുന്നത് മലപ്പുറം പടപ്പാട്ടിനെ. അതായത് പറഞ്ഞാൽ നമ്മുടെ ഹിജറ വർഷപ്രകാരം ഒരു 144 കൊല്ലം മുമ്പ്, നമ്മുടെ സാധാരണ നമ്മുടെ ഇംഗ്ലീഷ് വർഷ തീയതിയിൽ ഒരു 140 വർഷത്തിന്റെ മുമ്പ്, ഈ പിന്നെ 100 ചില്ലാനം വർഷത്തിനിടയിൽ 33 കൊല്ലത്തിന് ഒരു വർഷം എന്ന രീതിയിൽ ഇങ്ങനെ കടന്നു പോകുന്നത് കൂട്ടിയാൽ അങ്ങനെ 140 കൊല്ലം, 1.5 നൂറ്റാണ്ടോളം അപ്പുറത്ത് വെച്ചിട്ട് അവതരിപ്പിക്കുന്നു. അപ്പൊ 1.5 നൂറ്റാണ്ട് അപ്പുറത്ത് വെച്ചിട്ടുള്ള ആ ഒരു പടപ്പാട്ട്, അതിലൂടെ ഉണ്ടാകുന്ന കഥകള്, പാറനമ്പി, സാമൂതിരി, മലപ്പുറം, ഇവിടത്തെ ചരിത്രം, അത് ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് വരികയാണ്. അതുകൊണ്ട് നൂറ്റാണ്ടുകൾ കടന്നുപോയാലും കാലം എത്ര കടന്നുപോയാലും ഈ ചരിത്രത്തിലൂടെ ഈ പണ്ഡിത പരമ്പരയെ നമ്മുടെ പിന്നെ അടുത്ത തലമുറകൾ ഓർത്തെടുക്കും. അതിന് അവരിലേക്ക് കൈമാറുക എന്നുള്ള പ്രശ്നമുണ്ട്. ആദ്യകാലത്ത് മാലപ്പാട്ടുകൾ രചിച്ച ആളുകൾക്ക്, മാലപ്പാട്ടും കിസ്സപ്പാട്ടും ഏത് സാഹിത്യരചനയുടെയും ആളുകൾക്ക് അത് കൊണ്ടു നടന്ന് വിൽക്കേണ്ട ഗതികേടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് എത്തിക്കാൻ പ്രയാസമായിരുന്നു. മൊയ്ൻകുട്ടി വൈദ്യർ തന്നെ തന്റെ കൃതികളുമായിട്ട് കുറെ അറിഞ്ഞു നടന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ആളുകളും, ആ വൈദ്യർ മുതൽ ചങ്ങമ്പുഴ വരെ ഏത് ആളുകൾ എടുത്താലും ഒട്ടേറെ എഴുത്തുകാർ, ഈ സമീപകാലത്തെ എഴുത്തുകാർ പോലും തന്റെ രചനകളുമായിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ, പ്രത്യേകിച്ച് വിജ്ഞാന സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള, IT രംഗത്തുണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങൾ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. ആളുകൾ അത് ചർച്ച ചെയ്യും, അതിന് അനുകൂലമായോ എതിരായോ അഭിപ്രായങ്ങൾ പറയും. അനുകൂലമായോ എതിരായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അനുകൂലമായ അഭിപ്രായങ്ങളിൽ ആവേശഭരിതരാവാതിരിക്കുകയും എതിരായ അഭിപ്രായങ്ങളിൽ രോഷം കൊള്ളാതിരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഈ ചർച്ചയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മഹാപുരുഷന്മാർ, ഈ പണ്ഡിതന്മാർ, നമ്മുടെ ബാഖിയാത്ത് സ്വാലിഹാത്തിന്റെ തന്നെ വെളിച്ചമായി നിന്ന മഹാപണ്ഡിതന്മാരുടെ ഒരു ധാര നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് വരും. നമ്മൾ ഈ പണ്ഡിതന്മാരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ ഈ പല പണ്ഡിതന്മാരെയും അറിയാതെയും വായിക്കപ്പെടാതെയും പോകും. ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ ഞാനിങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഏതോ ഭാഗത്ത് ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യകാലത്ത് തങ്ങളുടെ കൂടെ അങ്ങനെ അധികം യാത്ര ചെയ്യുമായിരുന്നു ഞാൻ. അപ്പോൾ യാത്ര ചെയ്തിങ്ങനെ ഈ കൂട്ടലങ്ങാടി കടന്നു പോകുമ്പോൾ എന്നോട് പറഞ്ഞു, തങ്ങൾ ചോദിച്ചു, എന്താണ് ഈ ബാപ്പു മുസ്ലിയാരുടെ മരണവാർത്ത അത്ര വലിയൊരു പ്രാധാന്യത്തിലൊന്നും വന്നില്ലോ? ആ ബാപ്പു മുസ്ലിയാർ. അപ്പൊ ഞാനിങ്ങനെ ഒന്ന്
തങ്ങൾക്ക് പറയാൻ മാത്രമുള്ള ഒരു വാപ്പ മുസ്ലിയർ ഒരു ചെറിയൊരു ഒറ്റ വരിയിൽ കൂട്ടലങ്ങാടി വാപ്പ മുസ്ലിയാർ നിര്യാതനായി കർമ്മശാസ്ത്ര പണ്ഡിതൻ എന്നുള്ളൊരു വരിയിൽ മാത്രം വന്നിരുന്നു. അത് ഇങ്ങനെ അന്നത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ പ്രാദേശിക ഏജന്റ് വാർത്തകൾ കോഴിക്കോട്ട് കേൾക്കും, അങ്ങനെയൊക്കെ വാർത്ത വരും. ഇതുപോലെ അപ്പം തന്നെ ഫോൺ ചെയ്ത് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് കുറവുള്ളൊരു കാലമാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു, അത് ഞാൻ കണ്ടു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഇങ്ങനെ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാന്ന് പറഞ്ഞ് വാപ്പ മുസ്ലിയാരെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു പരിചയപ്പെടുത്തലിന്റെ കുറവ് അതിന്റെ മുന്നിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു പണ്ഡിതനാവട്ടെ നേതാവട്ടെ അവരെ പറഞ്ഞു കൊടുക്കുമ്പോഴേ അവരുടെ റോൾ അറിയുന്നുള്ളൂ. ആ ഒരു പരിചയപ്പെടുത്തലിന്റെ കുറവ്, അതിന്റെ ഒരു അഭാവം കൊണ്ട് പലരും അറിയപ്പെടാതെ പോകും എന്നുള്ള, പലരുടെയും വ്യത്യസ്തമായ മുഖങ്ങളുണ്ടാവും, വ്യത്യസ്തമായ അവരുടെ സംഭാവനകളുണ്ടാവും, ഇത് അറിയപ്പെടാതെ പോകുന്ന ഒന്നാണ്. ഇപ്പോൾ ഉമറുടെ തങ്ങളുടെ കൂടെ തന്നെ ഇപ്പോൾ ഇവിടെ കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ, കരിങ്കപ്പാറ മുസ്ലിയാർ, ഇങ്ങനെ ഈ പല മരണ വീടുകളിലേക്കും അന്നൊക്കെ പാടത്ത് കൂടി കാറ് നിർത്തിയിട്ട് എത്രയോ ദൂരം പൊരി വെയിലത്ത് ആ പാടത്ത് കൂടി നടന്നു പോയിട്ടുണ്ട് കരിങ്കപ്പാറ ഉസ്താദിന്റെ വീട്ടിലേക്കൊക്കെ മരിച്ചെടുത്ത് പോകുന്നത്. അങ്ങനെ അന്ന് എല്ലായിടത്തും മരിച്ചെടുത്തൊക്കെ കൂടെ പോകരുത്. അപ്പൊ ഈ അവരൊന്നും ചരിത്രത്തിലൊരു പ്രധാനമായ ഒരു സ്ഥാനത്തൊന്നും അവരെ പറ്റിയൊന്നും രേഖകളില്ല. കൈപ്പറ്റ ഉസ്താദിനെ കുറിച്ചൊരു ഒരു സ്മരണിക പിന്നീട് നമ്മുടെ പി ഫൈസിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇറക്കേണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഒരു രേഖ ഉണ്ടെങ്കിൽ അവരെ തലമുറകൾ ഓർക്കും. അല്ലെങ്കിൽ വലിയ സംഭാവനകൾ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, ഈ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വരെ ഓർക്കണം തന്നെയില്ല. അതുകൊണ്ടാണ് അവർ ഭരണകൂടത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും പ്രതാപവാന്മാരിൽ നിന്നൊക്കെ മാറി മാറി നടന്നത്. അവർ വേറൊരു ധാരയിലൂടെ നടന്നു, വേറൊരു വഴിയിലൂടെയാണ് അവർ സഞ്ചരിച്ചത്. ഒരിക്കൽ പോലും ഈ അധികാരത്തിന് ചുറ്റുവട്ടത്തും വന്നു നിന്നില്ല. അവർ ഭരണാധികാരി വന്നിട്ട് ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങളൊന്ന് മാറി തന്നാൽ മതി, കുറച്ച് കാറ്റിട്ടാൻ എന്ന് പറയാവുന്ന ഒരു മാനസിക വളർച്ചയോളം എത്തിയവരാണ് ഈ മഹാപണ്ഡിതന്മാരെന്ന് പറയുന്നത്. ആ മഹാപണ്ഡിതന്മാരുടെ കഥകളാണ് ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതിനുവേണ്ടി തയ്യാറായ സയ്യിദ് ഫിലിയെ, അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പുള്ള 2 ശ്രമങ്ങളെയും പ്രത്യേകമായി പറയേണ്ടതുണ്ട്. അദ്ദേഹം ഒരു വലിയ പണ്ഡിതന്റെ മകനാണ്. പൊന്നാനി മാവിനത്ത് അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ വരെ ആയിരിക്കെ വളരെ ചെറിയ പ്രായത്തിൽ, കാരണം അപ്പൊ ഞങ്ങളുടെ പ്രായത്തിൽ നിന്ന് പറയുമ്പോൾ ചെറുപ്രായത്തിൽ എന്ന് പറയാം, കുട്ടികൾക്ക് ചിലപ്പോൾ അത് വലിയ പ്രായമായിരിക്കും. 51-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ പുത്രൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുള്ളത്, ഈ വലിയ വലിയ ആളുകളുണ്ടായത്, പല നാടുകളിലും പോയി പഠിച്ചവർ. അത് അറിയാൻ ഇതാണ് മാർഗം. അതിൽ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇവിടെ തുറന്നു വെച്ചിട്ടുള്ളത്. ഈ ചടങ്ങ് വളരെ അനുഗ്രഹീതമായൊരു ചടങ്ങാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പുത്രനിൽ നിന്നാണ്. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിത്വം ഇങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം തന്നെ ഈ എല്ലാതരം മേൽക്കോയ്മകളോടും കലഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതൊരു ജ്ഞാനിയുടെ ഒരു ആരോടും പറയാനുള്ളത് പറയുന്ന ഒരാൾ. അവിടെ ഒരു പ്രീതിപ്പെടുത്തലും ഒന്നും തന്നെ ഒന്ന് സുഖിപ്പിച്ച് 2 വാക്ക് പറയാനൊന്നും അവിടെ പറ്റൂല. തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ ഉടനെ എടുത്ത് മുഖത്ത് നോക്കി പറയുന്ന ഒരാൾ. അവിടെ തോന്നുന്നു അതിലൊരു സൂഫി പാരമ്പര്യം അവിടെ വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രൻ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. വളരെ കുട്ടികളായിരുന്ന കാലത്ത് തന്നെ സയ്യിദ് ഹമീദ് ശിഹാബ് തങ്ങളൊക്കെ അടക്കമുള്ളവരൊക്കെ ചെറിയ കുട്ടികളാകുന്ന കാലം തൊട്ടേ എനിക്ക് പരിചയമുള്ളവരാണ്. ആ കുട്ടികളാകുന്ന കാലം തൊട്ട് ഇന്നേ വരെയുള്ള അവരുടെ വളർച്ചക്കടയിൽ നമ്മളിങ്ങനെ നോക്കി നിന്നപ്പോൾ ഒരിക്കൽ പോലും ഒരു പദവിയിലിരിക്കേണ്ട ഒരാൾക്ക് പറ്റാത്ത ഒന്ന് ജീവിതത്തിലെ ആ കുട്ടി ചെയ്തത് അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് ഒരാൾക്കും തോന്നിപ്പിക്കുന്ന ഒന്നും ഇവരിൽ നിന്നൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് എൻ്റെ ഒരു ജീവിതം കൊണ്ട് സാക്ഷി പറയാൻ കഴിയും. അങ്ങനത്തെ ഒരാളിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങാൻ കഴിയും. അദ്ദേഹത്തെ അങ്ങനത്തെ ഒരു പുണ്യപുരുഷനെ കൊണ്ട് ഇതിന്റെ പ്രകാശം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ചടങ്ങിന്റെ മഹത്വമാണ്. ഇതിൽ വന്നിട്ടുള്ള എല്ലാവരോടുമുള്ള ഒരു പ്രത്യേകമായ നന്ദിയും ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് പിന്നുള്ള എൻ്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.